പൈക്കുട്ടനൊപ്പം നെവിൻ തിരിച്ചെത്തി. ആദില നൂറയെ തകർക്കാൻ ശ്രമം നടക്കുമോ? അനിമോൾ കടുത്ത വിഷാദത്തിൽ. നമസ്കാരം. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ച മാതിരി ഇന്നലെ ഒരു പ്രൊമോ വന്നതിനകത്തില് അതിഥി വരുന്നെന്ന് പറഞ്ഞു. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് സ്പൈക്കുട്ടനാണോ നെവിനാണോ എന്നുള്ള ഒരൊറ്റ ഡൗട്ടേ ഉള്ളായിരുന്നു. പക്ഷെ ആശങ്കകൾക്കൊടുവിൽ എന്തായാലും ശരി, നെവിനെ സംബന്ധിച്ചിട്ട് വലിയൊരു കളിക്കാരനൊന്നും അല്ലെങ്കിൽ ആ ഒരു ഇറങ്ങിപ്പോക്ക് കുറച്ചു പേർക്കെങ്കിലും കണ്ടസ്റ്റൻസിനും അതുപോലെ പബ്ലിക്കിനും അതൊരു മനസ്സിന് പ്രയാസം ഉണ്ടാക്കി. സത്യത്തിൽ അതൊരു ബിഗ് ബോസ് എവിക്റ്റ് ചെയ്യുവാണെങ്കിൽ പോലും വിഷമമില്ല, അവരുടെയൊക്കെ ഗെയിം അതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്ന് ഒരു അപ്രതീക്ഷിതമായ പോക്ക് വളരെ ഒരു പബ്ലിക്കിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വോട്ടിംഗ് നിലവാരം നോക്കും. ഇപ്പൊ കഴിഞ്ഞ ഇന്നലത്തെ ഈ ഒരു സംഭവത്തിന് ശേഷം ആതിര നൂറയുടെയൊക്കെ ഗ്രാഫ് ഉയർന്നിട്ടുണ്ട്. കാര്യം അവരെ ഈ സംസാരിച്ചുകൊണ്ടായിരിക്കും അവരുടെ വോട്ട് കൂടിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ ചിലരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം ഇടയ്ക്ക് ഈ നെവിന്റെ വോട്ട് നിലവാരവും കാണും. അതുകൊണ്ടായിരിക്കണം ബിഗ് ബോസ് തിരിച്ചു കയറ്റിയേക്കുന്നത്. ആദ്യം സ്പൈക്കുട്ടൻ കയറി, അതിനോടൊപ്പം തന്നെ കൺവെൻഷൻ റൂമിലേക്ക് വരുന്നതാണ് നെവിൻ സംസാരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ജനം ഞാനിവിടെ വേണമെന്ന് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ വളരെ വലിയ സന്തോഷവും വളരെ വലിയ വിഷമവും ഉണ്ടാക്കുന്നു. കാര്യം ഇന്ന് രാവിലെയും കൂടെ പറയുന്നുണ്ട് നൂറ രാവിലെ ഞങ്ങള് അവൻ പോയതിന് ശേഷമേ പോകത്തുള്ളൂ. അപ്പം ഇതിനകത്തിലൊരു ഭയങ്കര ഒരു വിദ്വേഷം ഇപ്പൊ അവിടെ നിലനിൽക്കുകയാണ്. അനീഷുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്ന് നിസ്സാരം, അതിനകത്ത് കഴമ്പൊന്നുമില്ല. മരക്കഴുത അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ വിളികളൊക്കെ ഉള്ളൂ. പക്ഷെ ഇതല്ല, ഇവര് കടുത്ത വിരോധത്തിലാണ് ആദില നൂറ. അതുപോലെ തന്നെ അനിമോക്കെതിരെ ബിഗ് ബോസ് ഹൗസിലെ ഒട്ടുമിക്ക ആൾക്കാരും തിരിഞ്ഞിരിക്കുകയാണ്. ഏകാധിപതിയായി, അതായത് അനീഷിനെ കൊണ്ട് വാഴാം എന്നുള്ള അനിമോടെ കണക്കുകൂട്ടലുകൾ മാളുന്നു. ഇതൊക്കെയാണ് ഒരു ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ്. ആ ആശങ്കകൾക്കൊടുവിൽ നെവിൻ എത്തി. ഇനിയാണ് നെവിന്റെ കളി തുടങ്ങുന്നത്. അവൻ തന്നെ പറയുന്നു ഇതിനകത്തേക്ക് തിരിച്ചു വരുന്ന ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഒരു സംഭവമാണ് ഇങ്ങനൊരു റീ എൻട്രി ചരിത്ര സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ കളിച്ചാൽ നല്ല രീതിയിൽ മുന്നേറാം. അവന്റെ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ നടത്തിക്കോ, ഡാൻസും കൂത്തും ഒക്കെ, പക്ഷെ ഒത്തിരി അങ്ങ് ഇതാകാതെ ടാസ്കിൽ ശ്രദ്ധിച്ച് പോയാൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറാനുള്ള ഒരു അവസരം വീണ്ടും ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.